ഇരിക്കുകയാണ്. വുഡ് ആയതുകൊണ്ട് തന്നെ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ആയി കൊടുക്കേണ്ടത് ഒരു നെസസിറ്റിയാണ്. അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രത്യേക ഷവർ റൂമായി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ വുഡ് ഉപയോഗിച്ചിട്ടുള്ള വീടിനെ കുറിച്ച് വരാവുന്ന ഒരു പ്രധാന സംശയമാണ് നമ്മുടെ ക്ലൈമാറ്റിക് ചേഞ്ചസ്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് തടിക്ക് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. നമ്മൾ സാധാരണ വീടുകളിൽ തന്നെ ജനാലകൾക്കും കതകുകൾക്കും ഈ ഒരു വലിയ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മുഴുവനും തടി ആയതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന എക്സ്പാൻഷനും അല്ലെങ്കിൽ ആ ഒരു ചുരുക്കവും ഇതിനെ ബാധിക്കില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് ട്രീറ്റഡ് വുഡാണ്. ഒരു ചേംബറിനുള്ളിൽ പ്രവേശിപ്പിച്ച് എല്ലാ ജലാംശവും വലിച്ചെടുത്ത ശേഷമാണ് ഈ തടി ഈ ഒരു പേർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രീറ്റഡ് വുഡ് ആയതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അത്രയൊന്നും ഇവിടെ തടിയെ ബാധിക്കില്ല. ഇതാണ് രണ്ടാമത് കണ്ട ഒരു പാറ്റേണിൽ തന്നെയാണ്. കംപ്ലീറ്റ് വുഡാണ്, ചുറ്റോട് ചുറ്റും കേർട്ടൻ ഒന്നും വെച്ച് വിൻഡോസ് മറച്ചിട്ടില്ല. ഒരു കോട്ടൺ അതുപോലെ അത്യാവശ്യത്തിനുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. തടി ഉപയോഗിച്ചുള്ള വീടുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അതിന്റെ മെയിൻ്റനൻസ് ആണ്. ഇപ്പൊ നമ്മുടെ പഴയ വീടുകളൊക്കെ, തടി ഉപയോഗിച്ചുള്ള പഴയ തറവാട് വീടുകളൊക്കെ ഉണ്ടല്ലോ, അതാണെങ്കിലും ഒരുപാട് നാൾ അടച്ചിട്ട് കഴിഞ്ഞാൽ പൊടി, അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ വീടിനും ആപ്ലിക്കബിൾ ആണ്. അപ്പൊ നമ്മൾ സ്ഥിരമായി താമസിച്ചില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ജനാലകളും കതകളും ഒക്കെ തുറന്നിട്ട് എയർ സപ്ലൈ നമുക്ക് ഉറപ്പ് വരുത്താനായി കഴിഞ്ഞാൽ 40 വർഷം വരെയാണ് ഈ വീടിന്റെ ലൈഫ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒപ്റ്റിമൽ ആ ഒരു ഈട് തന്നെ നമുക്ക് ലഭിക്കും. അതുപോലെ തടിയാണ്, വെള്ളം വീണ് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി തുടച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്ത ഈ വീട് ഒരു ബെസ്റ്റ് ചോയ്സ്. വുഡ് ഹൗസ് എന്ന ആശയത്തിന്റെയും വീടിന്റെയും ഉടമസ്ഥരെ പരിചയപ്പെടാം. വീടിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഈ ഒരു ആശയം വന്നത്? അത് തന്നെയാണല്ലോ ആദ്യം ചോദിക്കേണ്ടത്. ഞാൻ ജനിച്ചു വളർന്നത് തന്നെ ഒരു തടി വീട്ടിലാണ്. അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചു നോക്കി, ഒരു തടി കൊണ്ട് വീടുണ്ടാക്കി എങ്ങനെ ഇരിക്കും. ചൈനയിലൊരു മാനുഫാക്ചറെ കണ്ടുപിടിച്ച് ഞാൻ ഡിസൈൻ ഉണ്ടാക്കി കൊടുത്ത്, അപ്പോൾ അവരെ കൊണ്ട് നമ്മുടെ രീതിയിൽ ഒരു വീടുണ്ടാക്കിയാണ് ശ്രമം. അങ്ങനെ ശ്രമിച്ച്, പക്ഷേ അത് കുഴപ്പമില്ലാണ്ട് എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പം ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് നമുക്ക് മറ്റുള്ളവർക്കും കൂടെ ഇതിലേക്ക് കൊണ്ടുവരാം, ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. എനിക്കൊന്ന് പുഴയുടെ തീരത്തൊക്കെ ആയതുകൊണ്ട് ഒരു ഹോം സ്റ്റേ എന്നുള്ള രീതിയിലും ആളുകളെ ആകർഷിക്കും അല്ലേ? അതെ അതെ. നേരത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ സ്ഥലം ഉണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്ര നന്നായിട്ടത് ഇതിനെ ചെയ്യാൻ സാധിച്ചത്. സാധാരണ വീട്ടിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയി നിൽക്കുന്ന ഒരു വീടാണല്ലോ. അപ്പോൾ ഒരു വീട്ടമ്മയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഈ തടി കൊണ്ടുള്ള വീടിനെ എങ്ങനെ കാണുന്നു? എല്ലാവർക്കും കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ വീട്. ഇത് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇതിന്റെ ഡിസൈൻ ഒക്കെ സ്വയം ചെയ്തതാണോ? അല്ല, ഡിസൈനിൽ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ നമ്മുടെ ഈ ലൊക്കേഷൻ, ഈ സ്ഥലം എൻ്റെ ഉള്ളപ്പം, അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു പ്ലാൻ റെഡിയാക്കി. പിന്നെ ഞാനൊരു കൺസൾട്ടൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് തന്നെയാണ് ഡിസൈൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ചെയ്ത ആ ഡിസൈൻ അയച്ചു കൊടുത്ത ശേഷം അതിനനുസരിച്ചാണ് നമുക്ക് മെറ്റീരിയൽ? അതെ അതെ. നമ്മൾ നമ്മുടെ വ്യൂ സൈറ്റ് അനുസരിച്ച് നമ്മൾ പ്ലാൻ റെഡിയാക്കി അവർക്ക് കൊടുക്കുമ്പം അവർ നമുക്കതിൻ്റെ ഇത് തരും. അവർ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തടിയാണ്, അപ്പം തടി കൊണ്ട് ചെയ്യുന്നതിനും കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ട്. അതൊക്കെ അവർ കറക്റ്റ് ചെയ്ത് നമുക്ക് അയച്ചു തരും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ കറക്റ്റ് ചെയ്ത് നമുക്കത് നമ്മുടെ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീട് പണിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര സമയമെടുക്കും? അതായത് ഇതിൻ്റെ ഒരു അസംബ്ലിംഗ് ഭാഗം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു ഡിസൈൻ ചെയ്ത് അത് ചൈനയിലേക്ക് നമ്മൾ വിവരം അറിയിച്ച് നമ്മുടെ ഓർഡർ കിട്ടി അങ്ങനെ വരാൻ മൊത്തത്തിലുള്ള ടൈം എത്ര എടുക്കും? തടി കൊണ്ട് വീട് പണിയുന്നതിന് നമ്മുടെ ഡിസൈനും എല്ലാം റെഡിയായി കഴിഞ്ഞാൽ
നമുക്കിതൊരു 45 ഡേയ്സിനുള്ളിൽ ഈ വീട് അവിടെ ഫാക്ടറിയിൽ സെറ്റാക്കാൻ പറ്റും, പണിത് വയ്ക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ നമുക്കതിവിടെ അസംബിൾ ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ടൈം ഇവിടെ എടുക്കുന്നത്. 25 ദിവസം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ടൈം വരും. പിന്നെ നമുക്ക് 2 ആഴ്ച കൊണ്ട് ഇപ്പോഴത്തെ കേസിൽ നമുക്ക് 2 ആഴ്ച അധികമാണ് ഈ വീട് അസംബിൾ ചെയ്യാൻ. അത്രയും കോൺഫിഡൻസ് നമുക്കായിട്ടുണ്ട് നമ്മുടെ ആൾക്കാർക്കും ജോലി ചെയ്യുന്നവർക്കും ഒക്കെ. ഇത് കേരളത്തിലെ ലോക്കൽ ലേബറേഴ്സിനെ വെച്ചിട്ട് തന്നെയാണോ ഇത് ചെയ്തെടുത്തത്? അതെ അതെ. ഈ തടി ഉപയോഗിച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആൻഡ് എലഗന്റ് വീട് എന്നുള്ള ഈ ഒരു പ്രോജക്റ്റ് വളരെ സക്സസ്ഫുൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ വീട്ടിലെ താമസവും ആസ്വാദികരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. മാസങ്ങളുടെയും വർഷങ്ങളുടെയും കാത്തിരിപ്പില്ലാതെ പെട്ടെന്ന് പണി തീർത്ത ഒരു വീട്. എന്നാൽ തടി കൊണ്ട് പണിതതായതുകൊണ്ട് തന്നെ കാഴ്ചയിൽ പ്രൗഢിക്ക് തീരെയും കുറവില്ല. 1500 രൂപ മാത്രം സ്ക്വയർ ഫീറ്റിന് ചെലവ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റിവെക്കാം. വീടിനുള്ളിലെ മേശകളെ കുറിച്ച് പണ്ടൊക്കെയുള്ള നമ്മുടെ സങ്കല്പം ഒരുപക്ഷെ തീൻമേശയിലും ഒരു സ്റ്റഡി ടേബിളിലും ഒക്കെ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. എന്നാൽ ഇന്ന് ഇന്റീരിയറിന് മിഴിവേകുന്ന നിരവധി സൈഡ് ടേബിളുകളും സെന്റർ ടേബിളുകളും ഒക്കെ ലഭ്യമാണ്. എറണാകുളം കലൂർ മൂഡ് ഫർണിച്ചർ ബൊട്ടീക്കിൽ ഒരുക്കിയിട്ടുള്ള ഡിസൈനർ ടേബിൾസ് പരിചയപ്പെടാം ഇനി വീഡിയോയിൽ. എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: പ്രൊഡ്യൂസർ, വീട്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് veed@mmtv.in. ഞങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ് www.manoramanews.com.